പരിസരമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. എഫേസ്യരുടെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. പ്രയോജനവും വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ്. ഒരിക്കലും ആവർത്തിച്ച് വായിക്കുകയാണ്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നമ്മൾ ചിന്തിക്കുന്ന വചനമെന്ന് പറയുന്നത് നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അകത്തൊരു മനുഷ്യൻ ഉണ്ട് എന്ന് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. പ്രൈസലോ. നമ്മുടെ ഈ പുറമേയുള്ള ജഗത്തിന് ഹല്ലേലൂയ ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്തുവാൻ, പോഷിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ വേണ്ടി വിവിധ നിലകളിലുള്ള ഭക്ഷണങ്ങളും ടോണിക്കുകളും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഭക്ഷണങ്ങൾ കഴിച്ചാലും ടോണിക്കുകൾ കഴിച്ചാലും അതിന് വേണ്ടുന്ന എന്തെല്ലാം ലേഹ്യങ്ങളും അങ്ങനെയുള്ള പുറത്തെ ശരീരത്തെ ബലപ്പെടുത്താൻ വേണ്ടി അനവധി കാര്യങ്ങളുണ്ട്. എന്നാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ ആത്മാവിനാൽ, ആരുടെ? യേശു കർത്താവിന്റെ ആത്മാവിനാൽ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയുള്ളൂ. പുറമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്തിയതുകൊണ്ട്, പുറമേയുള്ള ശരീരത്തെ ബലപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിതം നയിക്കാൻ കഴിയും. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തെ ജയിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തെ, പാപത്തെ, ശാപത്തെ, അന്ധകാരത്തെ, അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, ദുരുപദേശങ്ങളെ, അക്രമങ്ങളെ, അരാജകത്വങ്ങളെ, ഇരുളിന്റെ ശക്തികളെ, സാത്താന്യ തന്ത്രങ്ങളെ, സാത്താന്യ ആരാധനകളെ, ഈ ലോകത്തിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്ന എല്ലാ വെറുക്കൂത്തുകളും പേക്കൂത്തുകളും, അങ്ങനെ നിലകളിൽ അങ്ങനെ വിവിധ തന്ത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന അശ്ലീലമായ സകല ദുർചിന്തകളും ദുർമോഹങ്ങളും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മോചനം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. പ്രൈസലോ. പൗലോസ് അത്ര ശക്തമായിട്ടാണ് ഈ ഭാഗത്തൂടെ പറഞ്ഞത്. തന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള ആസ്പദമായ അനവധി ചിന്തകൾ കാണാൻ കഴിയും. ഒരു ഭക്തനെ സംബന്ധിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുക. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, അവന്റെ ഹല്ലേലൂയ സ്തോത്രം, ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാലും വലിയ വലിയ കാര്യങ്ങളായിരുന്നാലും, ഹല്ലേലൂയ സ്തോത്രം, അതിനകത്ത് ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. പ്രൈസ്. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കയ്യിലെ ചെറിയ കീപാഡ് മൊബൈലായിരുന്നാലും, ഇനി ആൻഡ്രോയിഡ് സെറ്റ് ആയിരുന്നാലും, വലിയ ടച്ച് മൊബൈലായിരുന്നാലും, ഹല്ലേലൂയ, അതിനകത്തുള്ള ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ആ മൊബൈലിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഈ മൊബൈലിന്റെ അകത്താണ് ഈ ബാറ്ററി എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ അകത്തിരിക്കുന്ന മൊബൈലിന്റെ അകത്തിരിക്കുന്ന ഈ ബാറ്ററി അത് ദിനംതോറും ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ ആ മൊബൈലിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ചാർജ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ചത്തിരിക്കും, ഓഫായിപ്പോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തി ബലപ്പെടണം. പ്രൈസലോ. എനിക്കറിയാം അനവധി ആളുകളും അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തത് കൊണ്ട് പലരും വേദനാജനകമായ അനുഭവത്തിലാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും ഞാൻ ഓരോരുത്തരുടെയും സങ്കടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദുഃഖങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ ദിവസവും എന്നെ ഓരോരുത്തരും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അവരുടെ സങ്കടങ്ങളെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ എനിക്കൊരു കാര്യം ബോധ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ പദം കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരണം. ഞാൻ പറഞ്ഞില്ലേ, മൊബൈലിന്റെ ബാറ്ററി ചാർജ് ചെയ്ത മൊബൈൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥനയാൽ നിങ്ങൾ ചാർജിങ് ആകണം. പ്രൈസ് ദി ലോർഡ്.
എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും പ്രതികൂലത്തെ അതിജീവിക്കാൻ കഴിയുള്ളൂ. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ അകത്തെ മനുഷ്യനെ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥന ശക്തിയിലൂടെ, പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ ബലപ്പെടുത്തിയെടുക്കണം. പ്രൈസലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളെല്ലാം ശക്തമായി നിങ്ങളുടെ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസലോ. പലരും സാത്താന്റെ തന്ത്രങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട്, സാത്താന്റെ തന്ത്രങ്ങളിൽ വീണ് കിടക്കുന്നത് കൊണ്ട്, സാത്താൻ എന്തെങ്കിലും കാണിച്ച് പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്തുമ്പോൾ പലരുടെയും പുറമേയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങ് ക്ഷയിക്കും, അപ്പോൾ തന്നെ അകമയുള്ളവന് ക്ഷയിക്കും. അങ്ങനെയുള്ള മനുഷ്യർക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യുവാനും വിജയിക്കാനും കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, വെല്ലുവിളികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എത്ര വലിയ ഭക്തന്മാരായിരുന്നാലും അവർക്ക് വെല്ലുവിളിയുണ്ട്. അത് പറയാൻ കാരണം ഞാനൊക്കെ അതിന് വലിയ ഉദാഹരണമാണ്. ഞാൻ ദിനംതോറും ദൈവത്തിന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ താല്പര്യപ്പെടുകയും ദൈവത്തിനോട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും അതിനെതിരെ വലിയ പോരാട്ടങ്ങൾ കടന്നു വരാം. പ്രൈസലോ. എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ കടന്നു വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാതിരിക്കാൻ വേണ്ടി സാത്താൻ നമ്മുടെ ജഡത്തിൽ ശൂലങ്ങൾ കൊണ്ടുതരും. രക്തം ചെയ്യും, ഉറക്കം, ക്ഷീണം, വിശപ്പ്, ദാഹം, ദേശത്തിന്റെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ പോരുകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുറമെ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ ദണ്ഡിപ്പിക്കുന്ന, ബലഹീനമാക്കുന്ന അനവധി കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലമില്ലാതായി മാറും. പ്രൈസലോ. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നാം പ്രാർത്ഥനയിലിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരി, നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, നീ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, നിന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, മക്കളെ കൊണ്ട് നീ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എത്ര ഭയാനകമായിരുന്നാലും രക്തം ചെയ്യാം. അതിനെ ജയിപ്പാൻ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ നീ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടണം. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കളും സ്തോത്രം പറയാമോ? ഈ വചനം നിങ്ങൾ കേരളത്തിലിരുന്ന് കേട്ടാലും ഭാരതത്തിലിരുന്ന് കേട്ടാലും ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഈ ദൈവവചനം കേട്ടാലും ഇന്ന് പകൽ നീ ദൈവത്തോട് പറയണം, കർത്താവേ, അവൻ തന്റെ മഹത്വത്തിന്റെ തലത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ, അങ്ങയുടെ ആത്മാവിനാൽ എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച സാത്താൻ നിങ്ങളെ വിട്ടോടിപ്പോകും. പ്രൈസലോ. ഈ സാത്താൻ എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രശാലിയാണ്, വളരെ കുസൃതിക്കാരനാണ്. സാത്താൻ കുസൃതിക്കാരനൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഹല്ലേലൂയ. കാരണം അവനെ ഈ കുട്ടികളൊക്കെ കുസൃതി കാണിക്കുന്ന പോലെ നമ്മൾ ചെറിയൊരു കുസൃതികളിലൂടെ നമ്മെ വലയിലാക്കാൻ നോക്കും. നമ്മൾ ചില കുട്ടികളൊക്കെ കുസൃതി കാണിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ കാണിക്കുന്ന കുസൃതി വളരെ സന്തോഷിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ചിലരെ കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ കുഞ്ഞുങ്ങൾക്കൊരു ആവേശം ഉണ്ടാകും, അവരെ ഒന്നുകൂടെ അത് കൂട്ടിച്ചെയ്യും. അപ്പൊ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ സാത്താൻ അനവധി കുസൃതി തരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. അപ്പൊ നമ്മളത് ആദ്യമൊക്കെ നല്ലതാണെന്ന് തോന്നിയാലും പിന്നത്തേതിൽ അവൻ നമ്മെ കൊടിയ പാപത്തിലേക്ക് നയിക്കും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സാത്താൻ ചില കുസൃതി തരങ്ങളോ അവന്റെ തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ പിന്നത്തേതിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലഹീനമാകാതിരിക്കുവാൻ നിങ്ങൾ ആ തന്ത്രങ്ങളെ ജയിക്കണം. അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവന് പിശാചിനെ തൊടാൻ കഴിയത്തില്ല. ഞാൻ ഈ പ്രഭാതത്തിൽ ഉപവാസത്തോടെ നിങ്ങളോട് ദൈവവചനം പറയുമ്പോൾ പ്രഭാതത്തിൽ ഞാൻ അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസലോ. അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അനവധി ആളുകൾക്ക് വേണ്ടി മെസ്സേജ് ഇട്ട്, അനവധി ആളുകൾ പ്രാർത്ഥനയ്ക്കുള്ള മെസ്സേജ് തിരിച്ച് ഇട്ടു. ഞാൻ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രൈസലോ. എന്താ അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. സ്തോത്രം. ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നന്മ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം. പ്രൈസലോ. എല്ലാവർക്കും അങ്ങനെയുള്ളൂ. എല്ലാവർക്കും മറ്റൊരാളിൽ നിന്ന് ഒരു നന്മ, ഒരു ഫലം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന സഹോദരൻ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു നന്മ എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആശയക്കുഴപ്പമാകും. എന്താണ് ഈ പാസ് ആഗ്രഹിക്കുന്ന നന്മ? പണമാണോ? അല്ലേ? പണമൊന്നുമില്ല കേട്ടോ. സ്തോത്രം. ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നന്മ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെന്നുള്ളതാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ നിങ്ങൾ സന്തോഷിക്കുന്നത് എനിക്കും അനുഭവിച്ചറിയാൻ കഴിയും.
ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നന്മ, നിങ്ങളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് പാസ് എനിക്കൊരു സമാധാനം ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. ആ കർത്താവ് അങ്ങനെ ചെയ്തല്ലോ, ആ സഹോദരിക്ക് ആ സഹോദരന് വിടുതൽ ദൈവം കൊടുത്തല്ലോ. അതാണ് കേട്ടോ നിങ്ങളുടെ അകത്തെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ നിന്നുള്ള നന്മ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഫലം ഞാൻ ആഗ്രഹിക്കുന്നത്. പണമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇത് ഈ ഒരു ചിന്താഗതിയിലൂടെയാണെങ്കിൽ ഏത് മനുഷ്യനെ നമുക്ക് നമ്മുടെ ജീവിതത്തേക്ക് ചേർത്ത് പിടിച്ച് നമ്മുടെ വിഷയം പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. രക്തം ചെയ്യാം. ഞാൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നവരുടെ വിഷയങ്ങളൊക്കെ ഞാൻ എൻ്റെ വിഷയങ്ങൾ അങ്ങ് ഏറ്റെടുത്ത്, എൻ്റെ സഹോദരങ്ങളല്ലേ, ഒരപ്പത്തിന്റെ അംശികളല്ലേ, ഒരു ദൈവസഭയുടെ ഭാഗമല്ലേ, ക്രിസ്തുവിന്റെ മണവാട്ടിയല്ലേ, എൻ്റെ സഹോദരനല്ലേ, സഹോദരിയല്ലേ എന്നുള്ള ചിന്തയിൽ ഞാൻ എല്ലാവരും വിഷയങ്ങൾ എൻ്റെ വിഷയങ്ങളായിട്ട് ഏറ്റെടുത്താണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. പ്രൈസ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇന്നുവരെ അങ്ങനെയാണ് ചെയ്യുന്നത്. നേരാലും അത് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത, ഞാൻ ബലഹീനനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു, ബലമില്ലാത്തവനായിരുന്നു. സ്തോത്രം. എന്നാൽ എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടിയിട്ട് അനവധി ദൈവമക്കൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടതും ഞാനിന്ന് സാത്താനെ ജയിച്ച് നിൽക്കുന്നതും. പ്രൈസ്. ഞാനിന്ന് സാത്താനെ ജയിച്ച അവന്റെ തലമേലാണ് ചവിട്ടി നിൽക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? സാത്താന്റെ തലമേൽ ചവിട്ടി നിൽക്കുമ്പോൾ അധികാരം കർത്താൻ എനിക്ക് തന്നു. പ്രൈസ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സാത്താന്റെ തലയിൽ ചവിട്ടി നിൽപ്പോൾ അധികാരം കർത്താവ് തരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെ സാത്താന്റെ തലയിൽ ചവിട്ടുന്നത്? അത് ഞാൻ ഏത് വഴി യാത്ര ചെയ്താലും ഏത് മേഖലയിൽ പോയി സാത്താന്റെ തലയിൽ ചവിട്ടിയാണ് പോകുന്നത്. എനിക്ക് മുകളിൽ കയറാൻ പറ്റത്തില്ല. കാരണം ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ മകനാ ഞാൻ. സാത്താനെ കാൽവരി ക്രൂശിൽ യേശു അവന്റെ തല തകർത്ത. അപ്പൊ അവന്റെ തല തകർക്കുള്ള അധികാരം എനിക്കും തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മുമ്പിൽ എനിക്ക് നേരെ വരുന്ന പോരാട്ടം സാത്താൻ ശക്തിയെ ഞാൻ എന്റെ കാലുകൊണ്ട് ചതച്ച് കളയും. അതുകൊണ്ടാണ് റോമലേഖനം 16:20 ഒന്ന് വായിച്ചിട്ടില്ലേ? സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. നമ്മുടെ ദൈവം ആരാണ്? സമാധാനത്തിന്റെ ദൈവമാണ്. വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയും. പ്രൈസ്. എത്ര സത്യമല്ലേ? ലൂക്കോസ് സുവിശേഷം അല്ലരിയ സ്തോത്രം 10 നിങ്ങൾ വായിക്കണം കേട്ടോ. 10-19 വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം. കണ്ടോ? പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ വിവിധ മേഖലകളിൽ, സാത്താന്റെ വിവിധ സ്വഭാവങ്ങളെ, അവന്റെ സൂത്രങ്ങളെ ചവിട്ടുവാനുള്ള അധികാരമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. പ്രൈസ്. ഇന്ന് പകൽ ഈ വചനം കേട്ടിട്ട് ഇനി നീ തളർന്ന് ക്ഷീണിച്ചു എന്ന് പറയരുത്. പ്രൈസ്. സാത്താനെ ജയിക്കണം. പ്രൈസ്. ഞാൻ രാവിലെ ഒരു വാക്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഭരിക്കുകയില്ലെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 വെച്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിരോധമായി ഒരുപാട് ആയുധമുണ്ടെന്നേ. പ്രൈസ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവ്, ഈ നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി ഒരുപാട് ആയുധം ഈ ഭൂമിയിലുണ്ട്. കള്ള് ഷാപ്പ്, ബീവറേജ്, ബാറുകള്, വ്യഭിചാരശാല, ദുർനടപ്പശാല, അശ്ലീല മേഖലകൾ, വെറുക്കുത്തുകൾ, സിനിമാശാലകൾ, റിയാലിറ്റി ഷോകള്, സീരിയലുകള്, കോമഡികള്, സിനിമകള്, വെറുപ്പത്തിനോട് അനുബന്ധമായ അനവധി അല്ലരിയ നിനക്കെതിരെ ഉണ്ട്. നിനക്ക് വിരോധമാണ് ഒരുപാട് ആയുധമുണ്ട്. നിന്റെ സാധനം അതിൽ കൊണ്ടുപോകും. നിന്റെ സാധനം അതിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് ചാടിച്ച് നിന്റെ അകത്തെ മനുഷ്യൻ ബലഹീനമാക്കും. അല്ലരിയ അകത്തെ മനുഷ്യൻ ബലഹീനമായ പിന്നെ നീ പ്രാർത്ഥിക്കത്തില്ല. അത് അവന്റെ നന്നായിട്ടറിയാം. അത് നീ തിരിച്ചറിയണം കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണം. അല്ലേ? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി കുറഞ്ഞാൽ വിശുദ്ധിയിലും നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ശക്തി കുറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വിശുദ്ധിയിൽ നിങ്ങൾ കുറവുള്ളവരായി തീരും. ഇന്ന് വേർപെട്ട കൂട്ടങ്ങളെ, പെന്തക്കോസ്ത് സമൂഹങ്ങളെ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, ഹല്ലേലൂയ, അവരെ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ജീവിതത്തിലെ ആത്മാവിന്റെ ശക്തി കുറഞ്ഞപ്പോൾ അവർ വിശുദ്ധിയിൽ നിന്ന് പിന്നോക്കം പോയി. വിശുദ്ധി അവരിൽ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ഐക്യം അവരിൽ തമ്മിൽ കുറഞ്ഞുപോയി. ദൈവത്തോടുള്ള ഐക്യം നഷ്ടപ്പെട്ടു.
പ്രൈസലോ. ജനങ്ങൾക്ക് അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് വരുവാൻ, അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് വേണ്ടി അത്ഭുത അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ശുശ്രൂഷ ഇന്ന് ദൈവസഭയിൽ നിന്നുപോയി. ദൈവസഭയ്ക്കകത്ത് രാഷ്ട്രീയം കയറി, രാഷ്ട്രീയ സ്പിരിറ്റ്, ഗുണ്ടായിസം, തമ്മിലട്ടി, കലഹങ്ങള്, പ്രശ്നങ്ങള്, വെല്ലുവിളികള്, എന്തുകൊണ്ട് മത്സരം തുടങ്ങി. പ്രൈസലോ, പ്രൈസലോ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വിരോധമായുള്ള ആയുധങ്ങൾ ആണ് ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ട്, ഞാൻ വിമർശിക്കുകയും, ഒരു പ്രായമായ അപ്പച്ചൻ നമ്മുടെ സഭയുടെ മുമ്പിൽ വന്ന് നിരാകാര സത്യാഗ്രഹം ഇരിക്കുന്നത് കണ്ടു, കിടക്കുന്നത്, പുറലോകമൊക്കെ അറിഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ അത് വേണ്ട എന്നുള്ളതാണ്. നിങ്ങളെന്നെ എങ്ങനെ വ്യാഖ്യാനിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. പ്രായമായ അപ്പച്ചൻ ആത്മഭാരമുണ്ടെങ്കിൽ വീട്ടിൽ മുഴങ്ങാനും അടക്കി ഇന്ന് പ്രാർത്ഥിക്കട്ടെ. സഭയുടെ വിടുതലിന് വേണ്ടി, സഭയുടെ നേതാക്കന്മാരുടെ, സഭയുടെ വിശ്വാസികളുടെ വിടുതലിന് വേണ്ടി വീട്ടിനകത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരോട് പ്രാർത്ഥന ദൈവത്തിനോ, കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്റെ കൂട്ടു സഹോദരന്മാർ, എന്റെ കൂട്ടുവിശ്വാസികൾ, എന്റെ സഭയുടെ നേതൃത്വത്തിന്റെ അകത്തെയും മനുഷ്യൻ ബലപ്പെടണം. ഞങ്ങളുടെ സഭയ്ക്ക് വിരോധമായി ഉള്ള ആയുധങ്ങളെ അവർ നീക്കിക്കളയണം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ. അല്ല നമ്മളിപ്പം ജനത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്, ജനത്തിന് മുമ്പിൽ വൈറലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൊതുനേരത്തിൽ വന്ന് നിരാകാരം നടത്താൻ ബൈബിള് പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങളെ എങ്ങനെ എന്നെ വ്യാഖ്യാനിച്ചാൽ പ്രശ്നമില്ല, അത് ദൈവഹിതമല്ല. അതുകൊണ്ട് ആ പ്രവൃത്തി വിട്ടിട്ട് നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കുക. ഞാൻ ഈ വിഷയമൊക്കെ തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ്? അല്ലെങ്കിൽ എല്ലാം വിടുതൽ നടക്കാൻ വേണ്ടി. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് നടക്കാൻ പോകുമ്പോൾ, സഭയുടെ വളർച്ചയുടെ സാഹചര്യം വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനോട് സംസാരിച്ച ദൈവദാസൻ പറയുന്നത്, ഒരു 100 വർഷം കൂടുമ്പോൾ സഭ ഒന്ന് സ്പ്ലിറ്റായി മാറും, അതിലൂടെ ഉണർവ് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് പ്രിയരെ ഇപ്പൊ ഞങ്ങളുടെ IPC പ്രസ്ഥാനത്തിനകത്ത് ഒരു 100 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെട്ടെന്ന് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഒരു ഇറച്ചു വന്നു. അതുകൊണ്ട് ആ സഭ തകരാനല്ല, ആ പ്രസ്ഥാനം തകരാനില്ല. തകരാൻ വേണ്ടി ഘോഷിക്കുന്ന മാധ്യമങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, മീഡിയകളോടൊക്കെ പറയട്ടെ, തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ തകർക്കാൻ കഴിയത്തില്ല. ചെറിയ പ്രശ്നം ഉണ്ടായിട്ടെങ്കിൽ അതൊരു വളർച്ചയ്ക്കാണ് കേട്ടോ. പ്രൈസലോ. നിങ്ങളിനി കാണാൻ പോകുന്നത് വലിയൊരു വളർച്ച, വലിയൊരു ഉണർവ്. എങ്ങനെ വ്യാഖ്യാനിച്ചാലും എന്ത് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ കാര്യമാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ലേരിയ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഞാൻ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുക. പ്രൈസലോ, ഹല്ലേലൂയ. അപ്പൊ എല്ലാ വിഭാഗത്തിലും ഉണ്ടെന്നേ പ്രശ്നം. ഏത് വിഭാഗത്തിലെ പ്രശ്നമില്ലാത്ത? ഹല്ലേലൂയ. എല്ലാ വിഭാഗത്തിലും സ്വതം സമുദായികമായിട്ട് നോക്കിയാട്ട് എത്രയോ പള്ളി വികാരി അച്ഛന്മാരുടെ ലോഹകൾ വലിച്ച് കീറുന്നു നിങ്ങൾ കണ്ടില്ലേ? അടിച്ച് താഴെന്ന് കണ്ടില്ലേ? പ്രശ്നമുണ്ട്, എല്ലായിടത്തും പ്രശ്നമുണ്ട്. അപ്പൊ അതിനെ കണ്ട് കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ട് സാത്താനി ശക്തികൾ എഴുന്നേറ്റിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാത്താനി ശക്തികൾ പറയട്ടെ, ഒരുവന്റെ വീഴ്ചയിൽ നീ സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത്. അവന്റെ വീഴ്ചയിൽ, അതൊരു വ്യക്തിയായിരുന്നാലും ഒരു കുടുംബമായിരുന്നാലും സഭയായിരുന്നാലും അവരുടെ വീഴ്ചയിൽ നീ സന്തോഷിക്കാനല്ല ദൈവം വിളിച്ചത്. അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തിനെ വിളിച്ചത്. പ്രൈസലോ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വിശുദ്ധി കുറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലഹീനനായി മാറും. അതുകൊണ്ട് ആത്മശക്തിയാൽ നമ്മൾ നിറയപ്പെട്ട് വിശുദ്ധി കുറഞ്ഞു പോകാതെ ദൈവത്തോട് ഐക്യത ചേർത്ത് പിടിച്ചുകൊണ്ട് പണ്ടത്തെ പോലൊരു നല്ല കാലം നിന്ന് ദൈവസഭയ്ക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ വേണ്ടി നാം ദൈവത്തിന് പ്രാർത്ഥനയിലേക്ക് ഉണരണം. ഹല്ലേലൂയ. മൂർച്ചയില്ലാത്ത കോടാലി കൊണ്ട് മരം മുറിക്കുവാനായിട്ട് പോയാൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രയത്നങ്ങൾ വെറുതെയാകും. ഹല്ലേലൂയ. മൂർച്ചയില്ലാത്ത കോടാലി കൊണ്ട് മരം മുറിക്കാൻ പോയാൽ എത്ര വെട്ടിയാലും മുറി വെക്കത്തില്ല, അത് ചതഞ്ഞതേ നിൽക്കുകയുള്ളൂ. നിങ്ങൾ കോടാലി കൊണ്ട് മരം വെട്ടിയിട്ടുണ്ടോ? നിങ്ങളിതിലെ വെട്ടി നോക്കണം. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ കോടാലി കൊണ്ട് മരം വെട്ടാൻ നമ്മുടെ മക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊന്നും അറിയത്തില്ല. ഞങ്ങളൊക്കെ ലോഡിംഗ് തൊഴിലാളി 25 വർഷം. ഞാനൊക്കെയാണ് കോടാലി കൊണ്ട് മരം വെട്ടി പഠിച്ചയാളാണ്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും കോടാലിയുടെ മൂർച്ച കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്
ആ കോടാലി എപ്പോഴും ആലയിൽ കൊണ്ടുപോയി എപ്പോഴും കാച്ചി നന്നായിട്ട് തോയ്പിട്ട് നല്ല മൂർച്ച കൂട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. കാരണം അതുകൊണ്ട് വെട്ടി ഞങ്ങളുടെ ശരീരം ബലഹീനമാകാതെ ഞങ്ങളുടെ കോടാലിക്ക് മൂർച്ചയിട്ട മരം പെട്ടെന്ന് താഴെയിടാൻ ഞങ്ങൾക്ക് പറ്റും. പ്രൈസലോ, ഇന്ന് പകരം എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ മൂർച്ചയില്ലാത്തവനായി മാറാതെ നീ മൂർച്ചയുള്ളൊരു ആയുധമായി മാറും. മൂർച്ചയുള്ളൊരു ആയുധമായി മാറി നീ ദൈവസന്നിധി പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം മാറിപ്പോവും. നിന്റെ ഭാര്യയും ഭർത്താവും നിന്റെ കുടുംബത്തിന്റെ അപ്പനും അമ്മയും മക്കളുമായിട്ട് പ്രശ്നം തീർത്തിട്ട് നീ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം. നിന്റെ കുടുംബത്തിൽ നൂറുകണക്കിന് പ്രശ്നം കിടക്കുക. അപ്പോഴാണ് സമൂഹത്തിലെ പ്രശ്നം. പ്രൈസലോ, ആദ്യം നമ്മളിലേക്ക് ഒരു ക്രമീകരണം. നമ്മളൊരു മൂർച്ചയുള്ള ആയുധമായി ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ നമുക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. പ്രൈസലോ, അപ്പൊ നിങ്ങൾ ഇതിനെ മൂർച്ചയുള്ള ആയുധമായി മാറണം. നിങ്ങൾ വിജയപ്രദമായ ഒരു ജീവിതം നയിക്കുന്നതിനും അല്ലെങ്കിൽ സ്തോത്രം ദൈവവേല ചെയ്യുന്നതിന് ശക്തിയായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസലോ, നിങ്ങളുടെ ജീവിതം നല്ല നിലയിൽ നയിക്കാൻ വേണ്ടി, വിജയപ്രദമായി നയിക്കുവാൻ, കർത്താവിന് വേണ്ടി നല്ല വേല ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്, പ്രശ്നക്കാരനാകാൻ വേണ്ടിയിട്ടുമല്ല വിളിച്ചത്. നമ്മൾ നല്ല നിലയിൽ വിജയകരമായ ജീവിതം നയിപ്പാൻ, കർത്താവിന് വേണ്ടി അത്യുത്ഥാനമായി പണിയെടുക്കുകയും വേല ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങൾ ആയിരക്കണക്കിന് മതങ്ങളുണ്ട്. എന്തുമാത്രം മതമല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ! എല്ലാവർക്കും ഓരോ മതങ്ങൾ. ഇന്ന് മനുഷ്യ ദൈവങ്ങൾ പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ മനുഷ്യ ദൈവങ്ങൾ ഉണ്ടാകും തോറും എന്ത് ചെയ്യുന്നു? ഇപ്പം മതങ്ങളുടെ എണ്ണം വർദ്ധിക്കുക. മതങ്ങളുടെ എണ്ണം വർദ്ധിക്കും തോറും അതിനകത്ത് വർഗീയത വരിക. അത് അങ്ങനത്തെ ഇന്നത്തെ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഫ്രീസറോണം. നീ സാത്താന്റെ കയ്യിലെ ഒരു ഉപകരണമായി മാറരുത്. സാത്താന്റെ പണിപ്പുരയിലെ ഒരാളാകരുത്. നീ ദൈവവേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രൈസലോ, രക്തം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം കേട്ടോ. മത്സരമല്ല നമുക്ക് ആവശ്യം, നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം. ഇടർച്ചയല്ല നമുക്ക് ആവശ്യം, പ്രാർത്ഥനയാണ്. ഭിന്നതയല്ല നമുക്ക് ആവശ്യം, പ്രാർത്ഥനയാണ്. വിഭാഗീയതയല്ല നമുക്ക് ആവശ്യം, പ്രാർത്ഥനയാണ്. നമുക്ക് സമത്വമാണ് ആവശ്യം. ഒരപ്പത്തിന്റെ അംശികളായി നിന്നിട്ട് നമ്മൾ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ച് പോരാടിയാൽ സാത്താനെ നമുക്ക് വകവരുത്താൻ കഴിയും. പ്രൈസലോ, അവനെ കാൽക്കീഴെ ചതച്ച് കളയാൻ കഴിയും. വേദപുസ്തകം ഉണ്ടല്ലോ, ബൈബിൾ ഉണ്ടല്ലോ, വാക്യങ്ങളുണ്ടല്ലോ. പക്ഷെ നമ്മൾ അങ്ങ് അനുഭവത്തിലേക്ക് വരണം. അതിന് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അനേകം ആളുകൾ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കാതെ, പരിശുദ്ധാത്മാവിന് വേണ്ടുന്ന വ്യക്തിത്വം കൊടുക്കാതെ, പരിശുദ്ധാത്മാവിന് വേണ്ടുന്ന അനുഭവത്തിൽ നിറയാതെ തങ്ങൾക്ക് വേണ്ടുന്നതുപോലെ ജീവിക്കുക. നമുക്ക് വേണ്ടതുപോലെ അല്ല ജീവിക്കേണ്ടത്. നമ്മൾ ആത്മനിയോഗത്തോടെ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ, ആത്മശക്തിയോടെ നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തക്ക നിലയിൽ നമ്മൾ ജീവിക്കണം. സഭയിൽ പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടാകണം. സഭയിൽ പരിശുദ്ധാത്മാവിന്റെ അനുഭവം, ആത്മാവിന്റെ ആരാധന, ആത്മാവിന്റെ അഭിഷേകം. ആദിമ സഭയിൽ എന്ന പോലെ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേര്, യേശുവിന്റെ അമ്മയും ശിഷ്യന്മാരടക്കം 120 പേർ കൂടിയിരുന്ന് ആരാധിച്ച ആ സമൂഹത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടല്ലോ. ആ അഭിഷേകത്തിന് ശുശ്രൂഷിക്കുന്ന ആളുകളിൽ വെളിപ്പെടാൻ വേണ്ടി ദൈവജനം ഉണരട്ടെ. സാത്താന്യ ശക്തികൾ, തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ, പൈശാചിക ബന്ധനങ്ങൾ ദേശത്ത് പെരുകുമ്പോൾ, അക്രമങ്ങൾ പെരുകുമ്പോൾ, കുലപാതകങ്ങൾ പെരുകുമ്പോൾ, എല്ലാ മേഖലയിൽ സംഘർഷം ഉണ്ടാക്കാൻ പ്രശ്നം പിശാച് കൊണ്ടുവരുമ്പോൾ അതിന് നടുവിൽ നമ്മൾ ഉണരണം കേട്ടോ. ദൈവസഭയെ തകർക്കുവാൻ, ദൈവസഭയ്ക്കകത്ത് ഭിന്നത കൊണ്ടുവരാൻ, ദൈവസഭയുടെ വിശുദ്ധ തകർക്കുവാൻ, ആരാധനയ്ക്ക് പ്രസംഗിപ്പാൻ, വിശ്വാസികളെ തമ്മിൽ അടുപ്പിക്കുവാൻ, ആത്മീയ നേതൃത്വത്തിനിടയിൽ പിശാച് വലിയ ഭിന്നത വരുത്താൻ വേണ്ടി അവൻ വലിയ തന്ത്രങ്ങളുമായി സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. ആ നുഴഞ്ഞു കയറ്റക്കാരെ നമ്മൾ എന്നേക്കുമായിട്ട് ആട്ടി പുറത്താക്കണം. പ്രൈസലോ, നമ്മുടെ ഇന്ത്യയുടെ അതിർത്തികൾ നിങ്ങൾ കണ്ടിട്ടില്ല. ഇന്ത്യയുടെ അതിർത്തികൾക്കകത്തെല്ലാം നമ്മുടെ സർക്കാര് സേനകളെ, സൈന്യത്തെ വിന്യസിപ്പിച്ചിരിക്കുക. എന്തിനാണ്?
അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നുഴഞ്ഞു കയറി വരുന്ന ചാരന്മാരെ, തീവ്രവാദികളെ തുരത്തി ഓടിക്കുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളെല്ലാം സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സഭയ്ക്കകത്തേക്ക് തുഴഞ്ഞു കയറാൻ വരുന്ന സാത്താന്യ ശക്തികളെ തുരത്തി ഓടിക്കാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥനയിലേക്ക് ഒന്നിച്ചു വന്നാൽ, ആത്മാവിൽ നിറയപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം തന്നെ സഭയ്ക്ക് ചുറ്റും കാവലാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവം നമുക്ക് തീമതിലായി മാറും. അവന്റെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ ദൈവം നമ്മെ സൂക്ഷിക്കും. അവൻ നമുക്ക് വേലി കെട്ടി സൂക്ഷിക്കും. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടിവിക്കും. ദൈവത്തിന് വളരെ രേഖപ്പെടുത്തുന്ന പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, സഭയ്ക്കകത്ത് ഭിന്നത, കുടുംബത്തിൽ ഭിന്നത, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നത, അമ്മായിമ്മ മരുമോള് തമ്മിൽ ഭിന്നത, അപ്പനും മക്കളും തമ്മിൽ ഭിന്നത, അവൻ ഇടർച്ചയില്ലാത്ത അവൻ ഒരു മേഖലയും വരാതെ ഇല്ലാത്തതുപോലെ എല്ലാ മേഖലയും കലക്കം കൊണ്ട് സാത്താൻ തന്ത്രങ്ങൾ വരയുകയാണ്. അവൻ എല്ലായിടത്തും നുഴഞ്ഞു കയറും. അവനെ നമ്മൾ തുരത്തണം. ഹല്ലേലൂയ. അവരെ നമ്മൾ തുരത്തി ഓടിക്കണം. സാത്താൻ നമ്മെ തോൽപ്പിക്കുന്നത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. വിശുദ്ധ വേദപുസ്തകം പറയുന്ന പോലെ നിന്നെ ബലഹീനനാക്കി മാറ്റുവാൻ, നിന്റെ ബലഹീനതയുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിന്റെ ശരീരത്തെ ബലഹീനമാക്കി മാറ്റുവാൻ, നിന്റെ പ്രാർത്ഥന തള്ളിക്കളയുവാൻ, നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ പല സൂത്രങ്ങളുമായിട്ട് കടന്നു വരും. രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വാ. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം നിറയട്ടെ, നിന്റെ മക്കളിൽ സമാധാനം നിറയട്ടെ. നീ അനുഭവിക്കുന്ന കണ്ണുനീരിന് ഒരു മറുപടി നൽകാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ ദൈവസഭകൾ ക്രമീകരിക്കപ്പെടട്ടെ. ഐക്യയുടെ ആത്മാവിൽ ഒന്നിച്ചെന്ന് പ്രവർത്തിക്കാൻ നോക്ക്. സ്വയത്തം മാറ്റിവെച്ച്, ഈഗോ മാറ്റിവെച്ചിട്ട്, ആത്മപ്രശംസ മാറ്റിവെച്ചിട്ട്, പ്രശംസകൾക്ക് മാറ്റിവെച്ചിട്ട് ദൈവസനെ താഴ്ന്നിരിക്കാൻ തയ്യാറാകുക. അപ്പോസ്തലന്മാർ ദൈവസനെ തന്നെ തന്നെ താഴ്ത്തിക്കൊടുത്ത് പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ, ഇന്ന് പകൽ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. ഭിന്നതകളെ മാറ്റിക്കളയണം. പ്രൈസ് ദി ലോർഡ്. വിഭാഗിത മാറ്റിക്കളയണം. രക്തം ചെയ്യും. കുടുംബത്തിനകത്ത് തുടങ്ങണമെല്ലാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ദൈവവചനം വാങ്ങി നമുക്ക് കാണുന്നത്, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയാൻ ബലപ്പെടുമ്പോൾ ഹല്ലേലൂയ, എല്ലാ ചടങ്ങാചാരങ്ങളും മാറിപ്പോകും. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ എല്ലാ ചടങ്ങാചാരങ്ങളും മാറിപ്പോകും. ദൈവസഭയ്ക്ക് ഒരുപാട് ചടങ്ങാചാരങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവരും അവർക്ക് ഒരുപാട് ചടങ്ങാചാരങ്ങളുണ്ട്, കർമാചാരങ്ങളുണ്ട്, ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവരെ നോക്കി പറയാം. അങ്ങനെ ദൈവസഭയ്ക്കകത്ത് ഒരുപാട് ചടങ്ങാചാരങ്ങളും കർമാചാരങ്ങളും അതുപോലെ ഒരുപാട് പാരമ്പര്യങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്തെ ചടങ്ങാചാരമാണ് ഈ 3 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ്. ഒരു ചടങ്ങാചാരം, ഒരു കർമാചാരം. അതൊരു പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്നതാ. അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ നീക്കിക്കളയണം. അതിനെയൊക്കെ ജയിക്കണം. നമ്മൾ സ്നേഹത്തോടെ സമാധാനത്തോടെ ഐക്യൊരു ആത്മാവിൽ നിന്ന് സഭയ്ക്ക് നേതൃത്വം വേണം. സഭയ്ക്കൊരു അല്ലെങ്കിൽ നേതൃത്വം നിരപ്പെടുന്നതിൽ നയിക്കാൻ വേണ്ടി അത് സ്നേഹത്താൽ നമ്മൾ അതിനുവേണ്ടി ആൾക്കാരെ നിയോഗിക്കണം. ഹല്ലേലൂയ. ഒരു ചടങ്ങാചാരം കർമാചാരമായി ഒരു അല്ലെങ്കിൽ പാരമ്പര്യമായി മാറരുത്. അത് സാത്താൻ കൊണ്ട് തന്നതാണ്. സാത്താൻ കൊണ്ട് തന്നതാണ് ഈ ചടങ്ങാചാരം, കർമാചാരം, പാരമ്പര്യം. ഹല്ലേലൂയ. ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നീക്കിക്കളയണം. അശ്രദ്ധയോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. അശ്രദ്ധയോടെ, അശുദ്ധിയോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ അനുസരിക്കുന്ന യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്ന മുട്ടാടുകളും മേധസ്സിനേക്കാളും നല്ലതെന്നാണ് ആമേൻ സ്തോത്രം 1 ശമൂവേലിന്റെ പുസ്തകം 15:22 വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അനുസരിക്കുന്ന യാഗത്തെ ശ്രദ്ധ മുട്ടാടുകളും മേധസ്സെ കാണും. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലഹീനായാൽ നമ്മൾ ദൈവത്തെ അനുസരിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തന്റെ ദുർമാർഗങ്ങൾ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ അവിടെ പ്രാർത്ഥന കേട്ട് അവിടെ ദേശ സൗഖ്യം വരുത്തി കൊടുക്കും. 2 പ്രാർത്ഥന ചെയ്തിട്ട് പോകുന്നാലും ഇതൊക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കുമെന്നേ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ജീവിതത്തിൽ ഇല്ല. വാക്യങ്ങളൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഈ പ്രമാണം ഉണ്ടെങ്കിൽ അത് അനുസരിക്കുകയുള്ളൂ. പ്രമാണം നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ ഉള്ളിൽ ചടങ്ങാചാരം കയറി വന്നത്. പരിശുദ്ധാത്മാവ് നിന്നിൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ ജനിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നീ പുറത്തു പോയപ്പോൾ, പരിശുദ്ധാത്മാവിൽ നീ നഷ്ടപ്പെട്ടപ്പോൾ, നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് അധികാര മോഹങ്ങൾ കയറിക്കൂടി. അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ തിരിച്ചറിയാത്ത, സ്വന്തം വിശ്വാസികളെ സഹവിശ്വാസികളെ തിരിച്ചറിയാൻ കഴിയാതെ ഈ ലോകത്തിന്റെ മേൽക്കോയ്മയിലൂടെ നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നിന്നെ അടിച്ചിടുവാൻ സമയമായി പിശാച്. ഹല്ലേലൂയ. പിശാച് നിന്നെ അടിച്ചിട്ട് വീഴാൻ സമയമായി. പിശാച് അടിച്ചിട്ടേക്കുകയാണ്. ഇനി അവൻ നിന്നെ തകർത്ത് കളയും. മടങ്ങി വരണം കേട്ടോ.
മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടാൽ പൗലോസ് പ്രാർത്ഥിച്ചുള്ള പ്രാർത്ഥിക്ക്, അവൻ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആദിമസഭയുടെ പ്രാർത്ഥന പോലെ പണ്ടൊക്കെ സഭയ്ക്കകത്ത് ഉപവാസ പ്രാർത്ഥന, അതുപോലെ കാത്തിരിപ്പ് യോഗങ്ങള്, ഹല്ലേലൂയ, ആത്മാവിന്റെ ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ആത്മനിറവൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും സഭയ്ക്കകത്ത് ആത്മനിറവുണ്ടോ? ഏതെങ്കിലും സഭയ്ക്കകത്ത് ആത്മനിറവുണ്ടോ? ഏതെങ്കിലും സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ഒരു കൺവെൻഷനകത്ത് ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് എന്തോ കരിതുള്ളി പ്രസംഗിക്കുന്നത് പോലെ. ഹല്ലേലൂയ. അവസാനം ഇനി നമ്മൾ കൂലിക്കൊന്നും ആൾ എടുക്കണ്ട, നമ്മള് കണ്ടെത്തി കഴിയുന്നത്. ഇത്രയും നാൾ കൂലിക്കായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വാശിയും വൈരാഗ്യമൊക്കെ മാറ്റി വെച്ചിട്ടേ നമ്മളൊന്ന് താഴ്ന്നേ, നമ്മളൊന്ന് താഴ്ന്നു നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ താഴ്ച ഭവിച്ചു വന്നവനാ. ഹല്ലേലൂയ. അവൻ തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം നമുക്ക് അനുഭവത്തിലേക്ക് വരുവാൻ കഴിയട്ടെ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന സാത്താന്യ ശക്തികളെ നിങ്ങൾ തകർക്കണം. അപ്പൊ നിങ്ങൾ അശ്രദ്ധമായി ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകാതെ നിങ്ങൾ ശ്രദ്ധയോടെ ദൈവത്തെ ആരാധിക്കും, ജയകരമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ശ്രദ്ധയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ കഴിയും. എത്ര പൈശാചിക ശക്തികളാണ് നിന്റെ കുടുംബത്തിനെ പോരാടുന്നത്. സ്തോത്രം. ദേശത്തിന്റെ പോരുകൾ, ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, ദുർമന്ത്രവാദ ശക്തികൾ, ദുർഭൂതാരാധന ശക്തികൾ, സ്തോത്രം, ഇരുളിന്റെ അനുഭവങ്ങൾ, കൂരിളിന്റെ അനുഭവങ്ങൾ, സാത്താന്റെ വിവിധ പേക്കൂത്തുകൾ എല്ലാം നിന്നെ തകർക്കുവാൻ വരത്തുപൂക്കിന്റെ ശക്തികൾ അടക്കമുള്ള പൈശാചിക ബന്ധനങ്ങളെ നീ ജയിക്കണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യനെ നീ ബലപ്പെടണം. നിന്റെ ഉള്ളിലെ രാഷ്ട്രീയ സ്പിരിറ്റ് മാറിപ്പോകണമെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഉള്ള അക്രമ വാസന മാറിപ്പോകണമെങ്കിൽ, നിന്റെ ഉള്ള ജഡിക സ്വഭാവങ്ങൾ മാറിപ്പോകണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടാതെ നീ ആത്മാവിൽ വിധേയപ്പെട്ട് നടക്കാതെ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെക്കുള്ള പേര് പ്രാകൃതൻ എന്നാ, നിനക്കുള്ള പേര് ജഡികൻ എന്നാ. അല്ലേ? പണ്ട് നീ ആത്മാവ് കൊണ്ട് ആരംഭിച്ചതാ, പക്ഷെ ഇപ്പൊ ജഡത്തിൽ അവസാനിച്ച് നീ ഒരു പ്രാകൃതനായി മാറി, നീ ഒരു ജഡികനായി മാറി. അല്ലേ? സ്വർഗം നിന്നെ കണ്ടിട്ട് ദുഃഖിക്കുക. സ്വർഗം പറയാ മടങ്ങി വരാൻ, മടങ്ങി വന്ന് നിന്റെ അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ ബലപ്പെടുന്ന ശക്തിയോടെ ബലപ്പെടാൻ വേണ്ടി നീ ആത്മാവിൽ നിറയപ്പെടാൻ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കൊരു സ്ഥാനമാനം വേണ്ട എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടാകണം. എനിക്കൊരു സ്ഥാനമാനവും വേണ്ട, എനിക്കൊരു അധികാരവും വേണ്ട, എനിക്ക് ദൈവസഭയ്ക്കകത്ത് കർത്താവിന്റെ ഒരു ദാസനായി നിന്നാ മതി എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അത് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരണം. അല്ലേ? പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലില്ലെങ്കിൽ നീ അധികാരത്തിന് വേണ്ടി നടക്കും. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിനകത്ത് പ്രശ്നം സൃഷ്ടിക്കും. അല്ലേ? ഇതെല്ലാം സാത്താൻ കൊണ്ട് തരുന്നതാ കേട്ടോ. നമ്മുടെ കുടുംബത്തേക്ക് തർക്കം പിശാച് എന്തെല്ലാം തന്ത്രമാണെന്നറിയോ? ഞാൻ ഈ പകൽ ദൈവസേന പറയട്ടെ, നിങ്ങൾ ഓരോ വിഷയത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുക. നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക. അല്ലേ? അതിൽ നിങ്ങൾ പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രശ്നേകത, എത്ര നല്ല ആളുകളാണ് നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ല, വളരെ ചെറിയൊരു പെൺകുട്ടി, ഹല്ലേലൂയ, സ്തോത്രം, അത് പെട്ടെന്ന് ആക്സിഡന്റ് മരിച്ചു. അത് കത്താൻ വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെട്ടതാണ്. അതിന്റെ അവസാന മെസ്സേജ് ഒക്കെ നിങ്ങൾ കേട്ടില്ലേ? മരണത്തെക്കുറിച്ച് ആ കുട്ടി പ്രസംഗിച്ച് നന്നായിട്ട്. പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ ആ കുട്ടി ലോകത്ത് മാറ്റപ്പെട്ടു. എത്രയോ നല്ല ആളുകളാണ് പെട്ടെന്ന് ഈ ലോകം വിട്ടു പോകുന്നത്. എന്നാൽ എത്രയോ ദുഷ്ടന്മാരാണ് ഇന്നും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും സമൂഹത്തിനും ദോഷമായി ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സങ്കടത്തോടെ ഞാൻ പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശക്തിയോടെ നിൽക്കുക കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വിശുദ്ധിയോട് കൂടി നിൽക്കുക. അല്ലേ? നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നമ്മൾ ബലപ്പെട്ടുകൊണ്ട് നാം വിശുദ്ധ ജീവിതം നയിക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 7-ാം അധ്യായം വായിക്കുന്നുള്ളത്, നിങ്ങൾ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കിക്കളഞ്ഞ് ദൈവവൈത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ളിൽ ഒരുപാട് മോഹം കൊണ്ടെത്തരുമെന്ന് പിശാച് ഒരുപാട് മോഹം കൊണ്ടെത്തരും, ആഗ്രഹം കൊണ്ടെത്തരും, ആഗ്രഹം കൊണ്ടെത്തരും. ആശയം മോഹം എന്ത് ചെയ്യും? ആഗ്രഹം അങ്ങനെ മാറും. ആഗ്രഹം ആശയായി മാറും. ആശയം അത് പാപമായി മാറും. പാപം ഗർഭം ധരിക്കും. അത് മരണത്തെ പ്രസവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇതാ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മാനസാന്തരപ്പെടാൻ കേട്ടോ.
നമുക്ക് മാനസാന്തരപ്പെടാം. നമുക്കെന്ന് പറയാൻ എന്നെ കൂട്ടിയവിടെ നമുക്ക് മാനസാന്തരപ്പെടാൻ നീ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നീ തയ്യാറാകുക. കാരണം യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ കാകളെന്നിരിക്കുന്ന സമയമായി. അല്ലേരിയ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നില്ലെങ്കിൽ, ശക്തിയോടെ ബലപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പ്രൈസലോ കസരെ പിടിച്ചുകൊണ്ട് ഇവിടെ നടക്കേണ്ടി വരും. അല്ലേരിയ ഇവിടെ എന്നെ കേൾക്കുന്നവരെ, ആദിമ സഭകളിൽ നിങ്ങൾ നോക്കണം, അവർ എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽ പെന്തക്കോസ്ത് നാൾ വരെ 10 ദിവസങ്ങൾ 120 ശിഷ്യന്മാരും ഒരുമനപ്പെട്ട് ഇന്ന് പ്രാർത്ഥിച്ചു വന്ന അപ്പോസ്തലപ്രവൃത്തി 1:14 നമ്മൾ വായിക്കുന്നുണ്ട്. ലേരിയ അവരെന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തി 1:14 നമുക്കവിടെ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അല്ലേരിയ യാക്കോബിന്റെ സഹോദരനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. നമ്മൾ അനുഭവത്തിലേക്ക് വരണം. അല്ലേരിയ മാത്രമല്ല, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അല്ലേരിയ അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ സഭയിലേക്ക് അറിയ എന്താണ് അല്ലെ? ആദ്യ സഭ 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ദൈവസഭയുടെ ജോലി അവർ ചെയ്യുന്നത്. നമ്മുടെ ജോലി എന്താ? നമ്മുടെ ജോലി മത്സരമാണ്. ആദിമസഭയുടെ ജോലി എന്താ? പ്രാർത്ഥനയാണ്. ലളിയ വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കും. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലേലൂയ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇന്നത്തെ സഭ മാതൃകയാക്കണം. അപ്പോസ്തലപ്രവൃത്തി 1:14, അപ്പോസ്തലപ്രവൃത്തി 2:42, അപ്പോസ്തലപ്രവൃത്തി 4:31. ദൈവസഭയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ കൂടിയിരിക്കുന്ന സ്ഥലം കുലുങ്ങുമാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ ദൈവം നിറയ്ക്കും. അതിന് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ആദിമസഭയുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവർ അകമേ ബലം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ആത്മാവുണ്ടായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിന്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ആത്മാവുണ്ടോ? നിന്റെ ഉള്ളിൽ പ്രാർത്ഥന ആത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ആ താഴോട്ട് കമന്റ് എഴുതിയത്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. സത്യം പറഞ്ഞു പഠിക്കാൻ. പ്രാർത്ഥനയുടെ ആത്മാവ് ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ വളരെ സൗമ്യനായിരിക്കും, ശാന്തനായിരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലില്ലെങ്കിൽ നീ വളരെ ക്രൂരനായിരിക്കും. അല്ലേലയ്യ നീ വളരെ ക്രൂരനായിരിക്കും, വളരെ തന്ത്രശാലിയായിരിക്കും. പ്രൈസോ ആത്മാവിനാൽ നിറയപ്പെടാനാ കർത്താവ് പറഞ്ഞ. ആത്മാവിനാൽ നിറയപ്പെട്ട സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നമ്മൾ അതൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പ്രൈസോ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം അധപ്പതനത്തിലേക്ക് പോവുകയാണ്. ലോകരാജ്യങ്ങൾ അധപ്പതനത്തിലേക്ക് പോവുക. സാത്താന്യ ശക്തികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ രാജ്യത്തെ കൈപ്പിള്ളൊതുക്കാൻ, ദൈവസഭയെ തകർക്കാൻ, ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ചൂഷണം ചെയ്യാൻ സാത്താന്യ ശക്തികൾ ഒന്നിച്ചെഴുന്നേൽക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർ സ്നേഹിത, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ട് പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഒന്നിക്കാം. പ്രാർത്ഥനയ്ക്ക് സംഘടന വ്യത്യാസം മാറ്റിവെച്ച് എല്ലാവരും പ്രാർത്ഥനയിലേക്ക് മടങ്ങി വാ. പ്രൈസോ പ്രാർത്ഥനയാന്നറിയാം. പ്രൈസോ എത്രയോ ആയിരങ്ങളാണ് നിന്റെ കുടുംബത്തിന് കണ്ണീരിലൂടെ കടന്നു വന്നത്. എത്രയോ ആയിരങ്ങളാണ് നിനക്ക് വീട്ടിലും കണ്ണീർ തൂക്കുന്നത്. രോഗത്താലും പാപത്താലും ശാപത്താലും ബന്ധനങ്ങളാലും ജീവിതം തകർന്ന് ഒരാശ്വാസ വാക്കുകൾ കേൾക്കാനില്ലാതെ മരണം മതിയെന്ന് ചിന്തിച്ചിരിക്കുന്ന ആയിരങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടെന്ന്. അതുപക്ഷെ നമ്മുടെ ബന്ധമാകാം, സ്വന്തമാകാം, നമ്മുടെ സഹചാരികളായിരിക്കാം, നമ്മുടെ മിത്രങ്ങളായിരിക്കാം, അയൽവാസികളായിരിക്കാം, നമ്മുടെ ശത്രുക്കളായിരിക്കാം. ആയിരങ്ങൾ നാമെ കണ്ണുനിലൂടെ കഴിഞ്ഞു പോകുന്നുണ്ട്. അവരെ ഓർത്ത് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. പ്രൈസോ അകത്തെ മനുഷ്യൻ നിന്റെ അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ ബലപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ഉള്ള ആത്മഭാരം വരും. അല്ലേലിയ ഇന്ന് നിനക്ക് ആത്മഭാരമില്ല. അല്ലേലിയ ദൈവസഭയെക്കുറിച്ചുള്ള ഭാരമില്ല, ദൈവമക്കളെ കുറിച്ച് ഭാരമില്ല, ദേശത്തെക്കുറിച്ച് ഭാരമില്ല. നിങ്ങൾക്ക് മത്സരമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. മത്സരം ആഭിചാര ദോഷം പോലെയാ. അല്ലേലിയ ശാഠ്യം മിഥ്യ പൂജ പോലെയാ. അല്ലേലിയ മടങ്ങി വന്ന് ദൈവസേനയ്ക്ക് മാനസാന്തരപ്പെടുക. അല്ലേലിയ എല്ലാം ശരിയാകട്ടെ. ഇന്ന് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ അല്ലേലിയ നിങ്ങൾക്കുള്ളിൽ ബലഹീനനായി ആമി തുടങ്ങിയാൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലഹീനനായി മാറിയാൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. അല്ലേലിയ
കൂട്ടായ്മയ്ക്ക് വിളിക്കുന്നുണ്ട്, കൂട്ടായ്മ വന്നിട്ട് പലരും വന്നിരുന്ന് ഉറങ്ങുക. സഭയ്ക്കകത്ത് ശക്തമായ പ്രാർത്ഥന നടക്കും, ആത്മാവിന്റെ ശിശു നടക്കും, പലരും ഉറങ്ങുക. എന്തുകൊണ്ടാണ് ഉറക്കം വരുന്നത്? അകത്തെ മനുഷ്യൻ ബലഹീനനായി മാറി. പരിശുദ്ധന്മാർ ഉളി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? വന്നിരുന്ന് എല്ലാവരും ഉറങ്ങാൻ തുടങ്ങും. അല്ലേ സഭായോഗം നടക്കുന്നത് കണ്ടിട്ടില്ലേ? വന്നിരുന്ന് ഭയങ്കര ഉറക്കമാണ് പലരും. ഭയങ്കര അല്ലെങ്കിൽ പാട്ടും ആരാധനയൊക്കെ നടക്കും, പലരും സുഖമായിട്ട് കൂർക്കം വലിച്ച് തുടങ്ങുക. എന്തുകൊണ്ടാ? അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തത് കൊണ്ട്. അവൻ ബലഹീനനായിട്ട് വന്നിരുന്ന് ഉറങ്ങുക. സഭയിൽ വന്നപ്പോൾ പിശാച് പറഞ്ഞു, നീ ഉറങ്ങിക്കോ, നീ ബലഹീനനായിട്ട് ഇന്ന് ഉറങ്ങിക്കോ. പിശാച് അവനെ അങ്ങ് ഉറക്കി. അങ്ങനെ പലരും സഭയിലിരുന്ന് ഉറങ്ങുക. അകത്തെ മനുഷ്യൻ ബലപ്പെടണം കേട്ടോ. ലേരിയ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ലേരിയ, ആമീൻ. നിങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ആമീൻ ഉറങ്ങരുത്. പ്രാർത്ഥനയിൽ ശിഷ്യന്മാർ ഉറങ്ങി. ലേരിയ, കർത്താവ് ഉറങ്ങി ആശ്വസിച്ചോളാൻ പറഞ്ഞു. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ട്, തെന്നാലി രാമൻ വളർത്തിയ കുതിരയെ പോലെ ഒരുങ്ങി അടങ്ങി മെലിഞ്ഞ ആമി പോയിരിക്കുന്നുണ്ടോ? ചെറിയ കാര്യത്തിന് പോലും തളർന്നു പോകുന്നുണ്ടോ? ഇങ്ങനെ ഇല്ലാത്തതിനാൽ ആത്മാവും വിശപ്പും പട്ടിണിയുമായി വാടിയിരിക്കുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ ശക്തിയായി ബലപ്പെടുന്ന പ്രാർത്ഥനയുടെ ആവശ്യമാണ്. പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. പ്രൈസറോ ഹല്ലേലൂയ. വചനവും നിങ്ങളുടെ ഉള്ളിൽ ആവശ്യമാണ്. ദൈവവേല നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്കുള്ളിൽ വചനം വേണം, പരിശുദ്ധാത്മാവ് വേണം, ആത്മഭാരം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് മുന്നേറാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണും. യോബിന്റെ പുസ്തകം 4 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി കുഴയുന്ന മുഴക്കാൽ ഉറപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നീയത, നമുക്ക് മടങ്ങി വരാം, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഈ വചനം കേൾക്കുമ്പോൾ ഓരോ വ്യക്തി ജീവിതങ്ങളോടും പറയട്ടെ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. സഹോദരി, നീ ബലഹീനയായി മാറരുത്. സഹോദരൻ ബലഹീനയായി മാറും. യുവക്കന്മാർ, നിങ്ങൾ ബലഹീനരായി മാറരുത്. സാത്താന്റെ തത്തൻ കുടുക്കി പോകരുത്. സഭാ നേതൃത്വത്തോട് പറയട്ടെ, സഭാ വിശ്വാസത്തോട് പറയട്ടെ, നിങ്ങൾ ബലഹീനരായി മാറരുത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ എല്ലായിടത്തും ദൈവ സാന്നിധ്യം വെളിപ്പെടും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേൾക്കുന്ന കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളിൽ 100 കോടി ജനത്തിനായി, തലമുറകൾക്കായി, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മുടികളിട്ട് കൊട്ടാനത്തിവരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ ജനത്തിനും മാനസാന്തരം കൊടുക്കണമേ. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും വാർത്തരാനുഭവത്തിൽ അശനയാച ഓട്ട ചോട്ട തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും, സകല കുടുംബങ്ങളിലും, സകല വ്യക്തികളും, സകല ജീവിതങ്ങളിലും പ്രശ്നങ്ങൾ മാത്രം പിശാച് കൊണ്ടുവന്ന് അവന്റെ തന്ത്രങ്ങളിൽ മനുഷ്യനിൽ അടിച്ചേൽപ്പിച്ച് മനുഷ്യന്റെ പാപത്തിലേക്ക് തള്ളിയിടുന്ന ഒരു അനുഭവമാണ് കർത്താവ് ഈ ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന് സമാധാനം, രാഷ്ട്രങ്ങളുടെ സമാധാനം, അധികാരികൾ തമ്മിൽ മത്സരങ്ങളാണ്. ദൈവസഭയ്ക്കകത്ത് സമാധാനം, ക്രൈസ്തവ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ പിശാച് പല ശക്തികളും മതങ്ങൾ തമ്മിൽ കലഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രപ്രേതമായ കർത്താവ് അനവധി അക്രമ രാജക രക്തചൊരിച്ചിൽ നടക്കുമ്പോൾ അതിന്റെ നിലയിൽ നിന്നൊക്കെ ജനം വിടുവിക്കപ്പെട്ട് കർത്താവ് യേശുവിന്റെ ആത്മാവിനാൽ കർത്താവ് ജനത്തിന്റെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ട് ദൈവരാജ്യത്തിന്റെ ദൈവനാമത്തെ പ്രയോജനപ്പെടുവാൻ ഈ കാലഘട്ടത്തിൽ എടുക്കണമേ. ദൈവമക്കളും ദൈവസഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലോകമ്പോഴുള്ള ക്രൈസ്തവ സമൂഹത്തിനെ പ്രാർത്ഥിക്കുന്നു. പെണ്ണ് അനുഭവിക്കുന്നവർക്കായി, ജയിലിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക. എല്ലായിടത്തും ഒരു മോചനം, അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ ദൈവം അനുവദിക്കണം. സകല മഹത്വം എടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.